ഇനി നമുക്ക് ഈ പറഞ്ഞ കേന്ദ്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ വഴി വായിച്ച് അല്ലെങ്കിൽ അറിയുന്നതൊക്കെ വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഒട്ടും സുരക്ഷിതമായൊരു രാജ്യമായിട്ടല്ല ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അങ്ങനെ തോന്നലുണ്ടായിട്ടുണ്ടോ? അതിൽ വലിയൊരു സത്യമുണ്ട്. സത്യം ഇൻ ദ സെൻസ് ദാറ്റ് ബി ജെ പി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമാണെന്ന് നമുക്കറിയാമല്ലോ. ബി ജെ പിയുടെ അടിസ്ഥാന തത്വം ഹിന്ദുത്വമാണ്. അത് വാജ്പേയിയുടെ സമയത്തും ഹിന്ദുത്വമാണ്, അദ്വാനിയുടെ നേതൃത്വത്തിൽ ഹിന്ദുത്വമാണ്, മോഡിയുടെ നേതൃത്വത്തിലും ഹിന്ദുത്വമാണ്. പക്ഷേ ഇതിൽ ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയമാണ് ഇപ്പോൾ. ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ നിന്ന് ആ ഒറ്റ ബി ജെ പിക്കാരൻ പോലും, ഈ ബി ജെ പിയുടെ ഒരു എം പി പോലും ഇല്ല മുസ്ലിമായിട്ട്. കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു സഹമന്ത്രിയായിട്ട് പോലും ഒരു മുസ്ലിമില്ല. മനസ്സിലായി? ക്രിസ്ത്യാനികൾക്കുള്ള പ്രാതിനിധ്യം പോലും മുസ്ലിങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ ഒരു കൂട്ടരെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും എക്സ്ക്ലൂഡ് ചെയ്യണം. അത് ജനസംഖ്യയുടെ 18% അല്ലെങ്കിൽ 20% എത്തുന്ന ഒരു വലിയ ജനവിഭാഗത്തെ തീരെയും റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ലേ? ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, നമ്മുടെ മലപ്പുറത്ത് പ്രൊഫസർ അബ്ദുൾ സലാം. പുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ രാജ്യത്ത് ഒരു സ്ഥാനാർത്ഥി. എൻ ഡി എക്ക് ഒരു എം പി ഉണ്ട്, അത് ജനതാദൾ യുണൈറ്റഡിൻ്റെ ബീഹാറിൽ നിന്നുള്ളൊരു മെമ്പർ. ആകെ ഉള്ളൊരു വേറെ ആരുമില്ല. അത്രയും അണ്ടർ റെപ്രസെൻറ്റഡ്. അത് പ്ലാൻഡ് ആയിട്ടാണോ? അതെന്താ വെച്ചാൽ ഈ ഹിന്ദുത്വം എന്ന് വെച്ചാൽ മുസ്ലിം വിരോധം എന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഉണ്ട്. ഹിന്ദു രാഷ്ട്രീയം മാത്രമല്ല. അതുകൊണ്ട് പല സ്റ്റേറ്റുകളിലും ഈ മുസ്ലിം എം എൽ എമാരെ തന്നെ ഇല്ല. മധ്യപ്രദേശിൽ 2 പേരായിട്ടുള്ളൂ, ഭോപ്പാലിൽ നിന്ന് ചെയ്യും. ആ രീതിയിലേക്ക് ഇവർ അണ്ടർ റെപ്രസെൻറ്റഡ് ആയിപ്പോയി. അത് തന്നെ ഒരു സംഗതിയാണ്. പിന്നെ ഇവർ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇപ്പം സംഗതി പലതും അത്യാവശ്യമുള്ളതാണ്. ഫോർ എക്സാമ്പിൾ മുത്തലാഖ് നിരോധിച്ച് വളരെ അത്യാവശ്യമാണ്. 1961 പാകിസ്ഥാനിൽ വന്ന കാര്യം ഇല്ലേ? അത് ഇവിടെ 2018-19 വരുന്നത്, നിയമമായിട്ട് വരുന്നത്. അത് സുപ്രീം കോടതി വിധിക്ക് ശേഷമാണ്. പക്ഷേ അപ്പോൾ പോലും അത് നടപ്പാക്കുന്ന രീതി ഇത് മുസ്ലിങ്ങളെ ഒതുക്കുന്നതിൻ്റെ ഭാഗം എന്ന ഒരു വലിയ പ്രൊപ്പഗൻഡയിലാണ് ചെയ്യുന്നത്. യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞ ആളെ വഖഫ് നിയമം ഭേദഗതി ചെയ്യണം എന്ന അഭിപ്രായക്കാരനാണ്. അതിൽ പല വ്യവസ്ഥകളും വളരെ ഡ്രാക്കോണിയനാണ്. ഈ 40-ാം വകുപ്പ് എന്നൊക്കെ പറഞ്ഞ ശുദ്ധ അസംബന്ധമാണ്. ഇതൊക്കെ കോൺഗ്രസ്സുകാർ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്, മാറ്റേണ്ടതുമാണ്. പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വെച്ചാൽ നേരെ വിപരീതമാണ്. അവരുടെ നിയമത്തിൽ പരിഷ്കരിക്കലല്ല, നേരെ മറിച്ച് ഇവരെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോന്നും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് അതിൽ ശരിക്കുള്ള അപകടം. അപ്പോൾ ഇത് മുന്നോട്ട് പോകുമ്പോൾ അപകടം ആകുമെന്ന് തന്നെയാണ്. അത് മുന്നോട്ട് ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഒരു കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിലയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ തുടരുകയല്ലേ ഉള്ളൂ ഈ ഒരു. അത് പറയാൻ പറ്റില്ല. രാഷ്ട്രീയം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരിക്കലും കരുതാൻ പറ്റില്ല കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തിരിച്ചടി ഉണ്ടാവും, കോൺഗ്രസ് തോക്കും എന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇന്ദിരാഗാന്ധി അടക്കം തോറ്റു. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ഈ രാഷ്ട്രീയത്തിൽ ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ല. എങ്കിലും കുറേ ആളൊക്കെ ഇങ്ങനെ ഓടിപ്പോവും. പക്ഷെ എങ്കിൽ പോലും ഒരു പുതിയ താരോദയമൊന്നും നമ്മൾ മറ്റൊരു സ്ഥലത്ത് കാണുന്നില്ല എന്നുള്ളത് ശരി. ഇതിനോട് എതിർത്ത് നിൽക്കാൻ പറ്റിയ ഒരു ശക്തി. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ ഒന്ന്, സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ട്. അതെ, ഈ രാഷ്ട്രീയത്തെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എന്താണ് പേഴ്സോണിഫൈ ചെയ്യുന്ന ഒരു ലീഡറാണ് മോഡി. പിന്നെ RSSൻ്റെ സംഘടനാ സംവിധാനമുണ്ട്. പിന്നെ പണമുണ്ട്. എല്ലാ വ്യവസായികളുടെയും ഫുൾ സപ്പോർട്ട്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ കിട്ടുന്ന കാശ് ഓരോരുത്തർ പോക്കറ്റിലിടുക. ഇതങ്ങനെയല്ല, ഇവർ പൂൾ ചെയ്യാൻ. പിന്നെ അഴിമതി എങ്ങനെയാണെന്ന് വെച്ചാൽ സിംഗിൾ വിൻഡോ ഓപ്പറേഷനാണ്. ഒരു സ്ഥലത്ത് പൈസ കൊടുത്താൽ മറ്റേ എൻഡിൽ കാര്യം നടക്കും. അതുകൊണ്ട് വ്യവസായികൾക്ക് താല്പര്യം ഇതിനോടാണ്. അപ്പോൾ പണമുണ്ട്, വ്യവസായികളുടെ പിന്തുണയുണ്ട്, മാധ്യമങ്ങളുടെ പിന്തുണയുണ്ട്, പ്രതിപക്ഷം ഇല്ല. അതാണ് അതിൽ ഏറ്റവും വലിയ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർ പ്രതിപക്ഷം എന്ന് പറയാൻ പറ്റില്ല. റിയൽ അതിൻ്റെ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ഓപ്പോസിഷൻ ഇല്ല. ഇന്ദിരാഗാന്ധിയുടെ ഹേഡ് എനിക്ക് ഓർമ്മയുണ്ട്. 1971 ഇന്ദിരാഗാന്ധി വീണ്ടും ജയിക്കുന്ന അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഭരണഘടന ഭേദഗതി, കിഴക്കൻ പാകിസ്ഥാനിൽ യുദ്ധം ചെയ്ത് ബംഗ്ലാദേശ് ഉണ്ടാക്കും. അതിനുശേഷം നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തി എല്ലാ സ്റ്റേറ്റിലും ജയിക്കും. സാക്ഷാൽ ജ്യോതി ബസു അദ്ദേഹത്തിൻ്റെ സ്ഥിരം മണ്ഡലത്തിൽ 30,000 വോട്ടിന് തൂക്കും. അപ്പോൾ ആ ഒരു ജന പിന്തുണ ആലോചിച്ച് വയ്ക്കാതെ ഇതുപോലെയുള്ള ഇലക്ഷൻ ജയിക്കുന്നു. പിന്നെ തുടർന്ന് പ്രീപെയ്ഡ്സ് നിർത്തലാക്കിയതിന് ഒക്കെ ഭരണഘടനാ സാധുത ഉണ്ടാക്കുന്നു.
ആര്യഭട്ടയും ഭാസ്കരെയൊക്കെ വിക്ഷേപിക്കുന്നു. പോഖ്റാനിൽ അണുപരീക്ഷണം നടത്തുന്നു. ഹരിത വിപ്ലവം വിജയിപ്പിക്കും. ചെറിയ സംഭവം. ഹരിത വിപ്ലവം വിജയിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ടും ആ സമയത്ത് ഇന്ദിരാഗാന്ധി എതിർക്കാൻ ആൾക്കാരുണ്ട്. പാർലമെൻറ്റിനകത്ത് മൊറാർജി ദേശായി ഉണ്ട്, അടൽ ബിഹാരി വാജ്പേയി ഉണ്ട്, പിലു മോഡിയുണ്ട്. ഇങ്ങനെയുള്ള ശക്തന്മാർ, ജ്യോതിർമയി ബസു, AK ഗോപാലനൊക്കെ ഉണ്ട്. പാർലമെൻറ്റിന് പുറത്ത് അതിനേക്കാൾ ഗംഭീരന്മാരായിട്ടുള്ള ജയപ്രകാശ് നാരായണൻ, ആചാര്യ കൃപലാനി, ജോർജ് ഫെർണാണ്ടസ്, പിന്നെ 8 പേജിലും 8 കോളത്തിലും എതിർക്കാനായിട്ട് രാംനാഥ് ഗോയങ്ക്, ഇന്ത്യൻ എക്സ്പ്രസ്. ഇപ്പോഴത്തെ സ്വീകൃത ആലോചന ഇതാണ് വ്യത്യാസം. ശരിക്കുള്ള വ്യത്യാസം ഇതാണ്. ഒരു പേരെടുത്ത് ഈ നാട്ടിലൊരു ഓപ്പോസിഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല. ശരിയാണ്. പിന്നെ ഈ നരേന്ദ്രമോദി എതിർക്കുന്നതായിട്ട് ഭാവിക്കുന്ന ആളുകൾ ഞാനിപ്പോൾ എതിർക്കും, രഥവേഗം നടിക്കുക എന്നൊക്കെ ഇത് പറഞ്ഞു. വെറുതെ ആദ്യം തന്നെ. അത് ശരിക്കും മമതാ ബാനർജി ഏറ്റവും നല്ല ഉദാഹരണം. മമത ഞാൻ ഇപ്പം ശരിയാക്കും, ആരവിടെ. മമതാ ബാനർജിയാണ് ഏറ്റവും നല്ല നടി എന്ന് പറഞ്ഞാൽ ആളുകളെ പറ്റിക്കാനായിട്ട്. അങ്ങനെ ശിവം ഇങ്ങനെ ശിവം മൂക്കെത്തികളെന്നൊക്കെ പറയും. അവസാനം കാര്യം വരുമ്പോൾ അവർ ഇതാണ്. അതിന് തന്നെ കൂടി കുറഞ്ഞ രൂപങ്ങളാണ് ബാക്കി ആളുകളൊക്കെ. എല്ലാവരും BJP എതിർക്കും, നരേന്ദ്രമോദിയെ ശരിയാക്കും, നിലം പരിശാക്കുന്നൊക്കെ പ്രഖ്യാപിക്കും. പ്രഖ്യാപനം നടക്കും, പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും നടക്കില്ല. ഇപ്പോൾ പുതിയ പ്രസിഡന്റ്, കേരളത്തിൽ BJPക്ക് പുതിയ പ്രസിഡന്റ് വന്നതിന് ആളിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് ഈ ശശി തരൂർ ആയാലും സുരേഷ് ഗോപി ആയാലും രാജീവ് ചന്ദ്രശേഖർ ആയാലും ഇവരൊന്നും രാഷ്ട്രീയക്കാരല്ലാത്തതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഇവർക്ക്, ഇല്ലേ? പലപ്പോഴും എന്താ പറയുക, ഇമോഷണലായിട്ട് പ്രതികരിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ സുരേഷ് ഗോപി എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയുള്ളവർ ഈ പാർട്ടിയുടെ തലപ്പത്ത് വരുമ്പോൾ ഗുണമാണോ ദോഷമാണോ പാർട്ടിക്ക് സംഭവിക്കാവുന്നത്? അല്ല, അത് കാലം തെളിയിക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ സുരേഷ് ഗോപി ഒട്ടും തന്നെ രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയക്കാരനേ അല്ല. അദ്ദേഹം സിനിമ നടന്നു, രാഷ്ട്രീയത്തിൽ അദ്ദേഹം സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുക, രാഷ്ട്രീയത്തിൽ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആളുകൾക്ക് അതാ വേണ്ടത്, അതല്ലേ അതുകൊണ്ടല്ലേ പുള്ളി ജയിച്ചത്. ആ പുള്ളിക്ക് ജനസമ്മതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ കാരണം പുള്ളി സിനിമക്കാരനാണ്, രാഷ്ട്രീയക്കാരനല്ല. രാഷ്ട്രീയത്തിലും സിനിമ അഭിനയം നടത്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹമായിട്ട് സ്വകാര്യ സംഭാഷണം നടത്തിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ നടത്തിയിട്ടുണ്ട്. അവിടെയും സിനിമ തന്നെയാണ്. കാര്യങ്ങളല്ലേ? ഞാൻ അദ്ദേഹമായിട്ട് 1 മണിക്കൂർ ഇതുപോലെ ഇരുന്ന് സംസാരിച്ചു. കംപ്ലീറ്റ് സിനിമ. അന്നാ പുള്ളിക്ക് അറിയുന്നില്ല പുള്ളി സിനിമയാണ് അഭിനയിക്കുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായി. പുള്ളി കമ്മീഷണർ എന്ന സിനിമയിലെ മറ്റേ ഭരചന്ദ്രൻ IPS ആയിട്ടാണ് സംസാരിക്കുന്നത്. അത് കേന്ദ്രമന്ത്രി ആവണേക്ക് മുമ്പ്, പാർലമെന്റ് മെമ്പർ ആവണേക്ക് മുമ്പ് സംസാരിച്ചത്. അദ്ദേഹം വക്കീലിന്റെ പ്രോഗ്രാം കാണാറുള്ളതാണ്. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്, കണ്ടോട്ടെ സുഹൃത്തുക്കൾ. അപ്പൊ അദ്ദേഹം ആ കാര്യത്തിൽ അദ്ദേഹം വെറും പാവമാണ്, വെറും ശുദ്ധ പാവമാണ്. പുള്ളിക്ക് രാഷ്ട്രീയമേ അറിയില്ല. സംസാരമൊക്കെ ഗംഭീരമാണ്. പക്ഷെ എന്താ കുഴപ്പമില്ല, പുള്ളി സിനിമയിലാണ്. ശശി തരൂരിന്റെ സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. പുള്ളി രാഷ്ട്രീയക്കാരനല്ല, ഒരു ഇന്റലക്ച്വലാണ്. അപ്പോൾ അതിൻ്റേതായ ചില ഇഡിയോസിൻക്രസീസ് ആണ് പുള്ളിക്കുള്ളത്. ഇതുപോലെയല്ല, വേറെ രീതിയിലാണ് പോകുന്നത്. രാജീവ് ചന്ദ്രശേഖർ കുറച്ചും കൂടി രാഷ്ട്രീയക്കാരനല്ലെങ്കിലും ബിസിനസ്സുകാരനാണ്. കാരണം രണ്ടും വല്ല സാധാരണ കഴിച്ചപ്പോൾ ഈ സുരേന്ദ്രനൊക്കെ മുരളീധരനൊക്കെ രാഷ്ട്രീയം ഒരു ബിസിനസ് ആക്കി എടുത്തത്. പുള്ളി ബിസിനസ് രാഷ്ട്രീയമാക്കി എടുത്തത്. ഇതാണ് വ്യത്യാസം. എനിക്ക് തോന്നുന്നത് ഹി മേ ബി മോർ സക്സസ്ഫുൾ. കാരണം എന്ന് വെച്ചാൽ ഇത് ബിസിനസ്സിൽ വിജയിക്കാനല്ല ബുദ്ധിമുട്ട് രാഷ്ട്രീയത്തെക്കാളും. ഒരു ബിസിനസ്സുകാരനായിട്ട് തുടങ്ങി, പിന്നെ രാഷ്ട്രീയത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് ദേവഗൗഡയുടെ പാർട്ടിയിൽ വന്നു, അതിൽ നിന്ന് BJPയിലേക്ക് ചുവട് മാറി കേന്ദ്രമന്ത്രിയായി. പിന്നെ തിരുവനന്തപുരത്ത് മത്സരിച്ചു, ചെറിയ വ്യത്യാസമുള്ള തോറ്റു, ഒരുപക്ഷെ ജയിച്ചാൽ ഇല്ലേ, തൊട്ടടുത്ത് വരെ എത്തി. അത് ചെറിയ കാര്യമല്ല. കുമ്മനം രാജശേഖരൻ നിന്നപ്പോൾ 1 ലക്ഷം വോട്ടിന് അത് വരുന്നത്. അപ്പോൾ അത്രയും ഒരു സക്സസ്ഫുള്ളായി കേരളത്തിൽ BJPയുടെ പ്രസിഡൻ്റായിട്ട് വന്നു. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ, ഇപ്പോൾ ആളുകൾക്ക് ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാരെ വല്ലാണ്ട് വെറുത്തു. ഈ സുധാകരൻ ലൈക്ക്, അല്ലെങ്കിൽ സുരേന്ദ്രൻ ലൈക്ക്, MV ഗോവിന്ദൻ ലൈക്ക് നേതാക്കന്മാർക്ക് അവർ കാലത്തോടെ ഇങ്ങനെ ജനങ്ങളെ ഉത്ഭുതരാകാൻ വേണ്ടി നടക്കുക. പക്ഷെ അതൊന്നും ആളുകൾക്ക് ഇപ്പോൾ ഏശാണ്ടായി. അപ്പോൾ ഈ തരൂരിനെ കേരളത്തിൽ കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിയായിട്ട് പ്രൊജക്റ്റ് ചെയ്താൽ ഒരു 100 സീറ്റ് വരെ ജയിക്കാം. സത്യം. ഇപ്പോഴത്തെ നിലയ്ക്ക് തരൂർ പ്രഗത്ഭനായതുകൊണ്ടല്ല,
തരൂർ കേരളത്തിൽ നല്ല മുഖ്യമന്ത്രി ആകും എന്നുള്ളതുകൊണ്ടുമല്ല. ഒരു മുഖ്യമന്ത്രിയായ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയമായിരിക്കും പുള്ളി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ നിലയ്ക്ക് അനുമാനിക്കാം. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉണ്ടെന്നറിയാമോ, തരൂർ ഒരു യോഗ്യനാണ്. തരൂരിന് ഇംഗ്ലീഷ് അറിയാം, അതൊരു വലിയ കാര്യമാണ്, വലിയ അഡ്വാൻറ്റേജ്. ഇംഗ്ലീഷ് അറിയാത്തവരുള്ള ബാക്കിയെല്ലാം നിൽക്കാൻ വരും. അതല്ലേ, അപ്പം മലയാളം അറിയാൻ പാടില്ല എന്നുള്ള ഒരു യോഗ്യതയായിട്ട് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ചെറുപ്പക്കാർ, പുതുതലമുറയിൽ വോട്ട് ചെയ്യാൻ പോകാത്ത ആളുകൾ, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ വോട്ട് ചെയ്യാൻ പോകും. എങ്ങനെയായാലും അങ്ങനെ ഒരു സാധ്യത, അതൊരു വലിയ സാധ്യതയാണ്. പക്ഷെ കോൺഗ്രസ്സുകാർ തല്ലി കൊന്നാലും പുള്ളിയെ പരിസരത്തെ ആ സാധ്യത മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ സാധ്യത മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇവരൊക്കെ പുള്ളിക്ക് ഒറ്റക്കെട്ടായിട്ട് എതിർക്കുന്നത്. കെ മുരളീധരൻ പോലും, കെ മുരളീധരൻ അല്ലെങ്കിൽ കെ സുധാകരൻ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എല്ലാവരും പുള്ളിക്ക് എതിരാണ്. അതിൻ്റെ കാരണം ഇതാണ്. കാരണം പുള്ളി ഈ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പം ഈ ഒരു സംഗതി. അതുപോലെ രാജീവ് ചന്ദ്രശേഖർ എന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഇന്നത്തെ നിലയ്ക്ക് ഈ പറഞ്ഞ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു ഇലക്ടറേറ്റ് ഉണ്ടല്ലോ, അവരെ ആകർഷിക്കാൻ എന്തുമാത്രം സാധിക്കും നമുക്കറിയാം. അതാണ് അതിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞത്. ആ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർ ഇംഗ്ലീഷ് പറയുന്നതാണ്, മലയാളം പറയാൻ അറിയാത്ത ആൾ, മലയാളം തപ്പിത്തടച്ച് പറയുന്ന ആൾ, എന്തുകൊണ്ട് ഇയാളെ പരീക്ഷിച്ചുകൂടാ എന്ന് ചോദിക്കാം. ഇത് ഈ മറിച്ചുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിലുണ്ടായത് ആലുവയിൽ മുസ്ലിം മെജോറിറ്റി കോൺസ്റ്റിറ്റ്യുവൻസി. പക്ഷേ ഏത് കാലത്ത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അരിസ്റ്റോക്രസിയിൽപ്പെട്ട ആളുകളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ടി ഒ ബാവ, വി പി മരക്കാർ, അല്ലെങ്കിൽ എം കെ ഹമീദ്, കെ മുഹമ്മദ് അലി, ഇങ്ങനെ വിദ്യാസമ്പന്നരും തറവാടികളുമായിട്ടുള്ള ആളുകളാണ് മത്സരിക്കുക. അവരാണ് ജയിക്കുക. അങ്ങനെ കെ മുഹമ്മദ് അലി 5 പ്രാവശ്യം ജയിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു ആക്ഷേപം പറയാൻ പറ്റും. പരമയോഗ്യൻ. എ കെ ആൻ്റണിയുടെ ഒരു ആലുവ എഡീഷനാണ്. ഇത് ഒട്ടും അഴിമതിയൊന്നുമില്ല, അങ്ങനെ സത്യസന്ധനും പരമയോഗ്യനുമായിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂളിൽ പോകാത്തൊരു സ്ഥാനാർത്ഥി എതിർഭാഗത്ത് വരും. അദ്ദേഹം ആളുകളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, വോട്ടഭ്യർത്ഥിക്കുന്ന ഇക്ക പാവപ്പെട്ടവനാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്, സഹായിക്കണം. ആളുകൾക്ക് ഇത്ര നാൾ വിദ്യാഭ്യാസമുള്ളവരെ ജയിപ്പിച്ചു, തറവാട്ടുകാരനെ ജയിപ്പിച്ചു, ഇനി വിദ്യാഭ്യാസം ഇല്ലാത്തവനെ ജയിപ്പിക്കാതെ വിചാരിച്ചു. ഒരു വെറുതെ ഒരു ആളുകളോട്ട് ഇത് ഇയാൾ ജയിച്ചു, മുഹമ്മദ് അലി തോറ്റു, മനസ്സിലായി. അങ്ങനെ ആളുകൾ മാറി ചിന്തിച്ച സംഗതി മാറിപ്പോകും. അതെ, ശരിയാണ്, ശരിയാണ്. അപ്പൊ അതുപോലെ ഈ പറഞ്ഞ അതുപോലെ ഇപ്പൊ ട്രംപ് മത്സരിച്ചപ്പോ, ട്രംപ് എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഇന്നുവരെ കാണാത്തൊരു പ്രസിഡന്റ് അല്ലേ. ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ ആരും മുമ്പ് കണ്ടിട്ടില്ല. പുള്ളി കുറച്ച് കോമാളിത്തരമൊക്കെ കാണിച്ചു. അതുപോലെ സിനിമാ നടനായ റൊണാൾഡ് റീഗൻ ജയിച്ചിട്ടുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്ന വുഡ്രോ വിൽസൺ ജയിച്ചിട്ടുണ്ട്. സൈനിക മേധാവിയായിരുന്ന ഐസനോവർ ജയിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ആളുകളും ജയിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനായ നിക്സൺ ജയിച്ചിട്ടുണ്ട്. നിലക്കടല കൃഷിക്കാരനായ കാർട്ടർ ജയിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് തലക്ക് വട്ടം പിടിച്ചു കൊടുത്ത ഒരു പ്രാന്തനെ നമുക്ക് പരീക്ഷിക്കാതെ ആൾ വിചാരിച്ചു. അപ്പോൾ ഈ നമ്മളെപ്പോഴും ഈ ഒരു എന്താ പറയുക, രാഷ്ട്രീയ നിരീക്ഷകൻ അല്ലെങ്കിൽ വിമർശകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പാർട്ടിയിലും പെടാത്ത ആളായിരിക്കണം എന്നാണ് പൊതുസങ്കല്പം. പക്ഷേ വക്കീൽ എഴുതി എപ്പോഴും ഞാൻ CPI മെമ്പറാണ്, CPIയിൽ ഉണ്ടായിരുന്നു, പണ്ട് തൊട്ടേ CPI താല്പര്യമുള്ള ആളാണ്. നിങ്ങളുടെ ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ പോലും അങ്ങനെ പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കില്ലേ? അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ വൈറ്റില ജംഗ്ഷനിൽ ഉമ്മൻചാണ്ടി മറ്റേ ഇത് പൂട്ടുന്ന സമയത്താണ് നമ്മുടെ 2 സ്റ്റാർ ബാറുകളൊക്കെ പൂട്ടി 3 സ്റ്റാർ 4 സ്റ്റാർ പൂട്ടാനുള്ള ഓർഡറായിരിക്കും. ഞാൻ വൈറ്റിലയിൽ നിൽക്കുമ്പോൾ ഒരാൾ ഒരു രണ്ടര അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കി, CR നീലണ്ണ സാറില്ലെന്ന് ചോദിച്ചു. താടിയുണ്ട്. അപ്പോൾ ഞാൻ ആണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല. ആണെന്നോ അല്ലെന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ തലയാട്ടി. പുള്ളി പറഞ്ഞു, പല പുല്ലന്മാരും TV-യിൽ വന്ന് പല മണ്ഡലങ്ങളും പറയും, ഞാൻ സാറിൻ്റെ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ മാത്രം. ഇതൊക്കെയാണ് സത്യത്തിൽ ഇതിനകത്ത് ഏറ്റവും വലിയ രസം. കുഞ്ചാക്കോ ബാബനല്ലേ ചോദിച്ചല്ലോ മറ്റേ. അപ്പൊ ഇപ്പോഴും സജീവമായിട്ടുണ്ടോ ഈ രാഷ്ട്രീയത്തിലുണ്ടോ? രാഷ്ട്രീയത്തിൽ പഴയ പോലെ ഒന്നുമില്ല. CPI തന്നെ കുറവാണല്ലോ അല്ലേ? CPIയിൽ ഇപ്പം ഇവിടെ ജീവിച്ചിരിക്കുന്ന മെമ്പേഴ്സിൽ ഒരു പ്രോഗ്രാം CPM എന്ന് പറയുന്നത് ഒരു ബൂർഷ്വാ പാർട്ടിയായിട്ടാണ് ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത്. CPIയിൽ ഇപ്പോഴും കുറച്ച് മൂല്യങ്ങൾ നോക്കുന്നവർ ഇല്ലേ? അല്ല, അങ്ങനെയല്ല. പണ്ട് CPIക്കാരെന്ന് വെച്ചാൽ ഇതിനെ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ആൾക്കാർ പരിഹാസമായിട്ട്, CPMകാർ പ്രത്യേകിച്ച്
ദേശാഭിമാനിൽ സ്ഥിരമായിട്ട് വലത് പാർട്ടി എന്ന് എഴുതുമായിരുന്നുള്ളൂ, ഒരിക്കലും CPI എന്ന് എഴുതില്ലായിരുന്നു. അപ്പോൾ ഇതൊരു വലതുപക്ഷ വ്യതിയാനം സംഭവിച്ച പാർട്ടിയാണെന്നാണ് ആളുകൾ വിചാരിച്ചത്. പ്രത്യേകിച്ച് കോൺഗ്രസുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സഖ്യത്തിൻ്റെ പശ്ചാത്തലം, പ്രത്യേകിച്ച് റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിൽ. കാരണം ചൈനയാണല്ലോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെന്ത് വരുമെന്ന് വെച്ചാൽ ഈ സി പി എം വന്ന് സായുധ വിപ്ലവം നടത്തിയിട്ട് ഇന്ത്യ മോചിപ്പിക്കാൻ പോയ ആളാണ്. അവരാണ് ഇപ്പം ഈ രീതിയിൽ CPM ഈ ആദർശത്തിൽ ഇങ്ങനെ വെള്ളം ചേർത്ത് അല്ലെങ്കിൽ മുതലാളിമാരുടെ എണ്ണം വർദ്ധിച്ച് ഇപ്പോൾ ഈ CPI നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കരുത്. അപ്പോൾ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ആളുകൾ വിചാരിച്ച പാർട്ടിയാണ് ഇപ്പോൾ ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മറ്റത് വലതെന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ വലതിൻ്റെ വലതായിട്ട് മാറും. ഇതാണ് വ്യത്യാസം. CPI ഏതാണ്ട് നിന്ന സ്ഥലത്ത് തന്നെ ഇപ്പോഴും നിൽക്കണേ, മാറ്റമില്ല. പക്ഷെ നമുക്കിത് ഒരു വ്യത്യാസം തോന്നുന്നത് ഇപ്പോൾ ബൈജുവിനെ പോലുള്ള ആളുകൾക്ക് പോലും ഇങ്ങനെ ഒരു വ്യത്യാസം തോന്നുന്നത് CPI മാറിയതുകൊണ്ടല്ല, CPM വ്യതിയാനം സംഭവിച്ചു. തൃശൂർ ടൗണിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ച ആ പ്രീമിയം അപ്പാർട്ട്മെന്റ് ദേ ഇവിടെയുണ്ട്. സ്വരാജ് റൗണ്ട്, കേരള ലാർജസ്റ്റ് സ്കൈവാക്ക് തുടങ്ങി തൃശൂരിലെ മേജർ ടൂറിസ്റ്റ് പ്ലേസസ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ് എല്ലാം കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ട്. ബുക്ക് യുവർ അപ്പാർട്ട്മെന്റ് നൗ ഇൻ എലാൻസ വിത്ത് എക്സ്ക്ലൂസീവ് ഓഫേഴ്സ്. പക്ഷേ ഞാൻ 12 ഇൻ്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്, കമ്മ്യൂണിസമാണ് ലോകത്തിൻ്റെ ഒരു രക്ഷ എന്ന് കരുതിയിരുന്ന ഒരു കാലം ഉണ്ടെന്ന്. അതിപ്പം ഈ പറഞ്ഞ അടുത്ത കാലത്ത് റഷ്യയൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നുന്നത്? അങ്ങനെ ആ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് കാലികമായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണോ, അതൊരു പഴയൊരു പ്രത്യയശാസ്ത്രം? അല്ല, അതിന് വേറെ ഒരു പ്രശ്നമുണ്ട്. കമ്മ്യൂണിസത്തിൻ്റെ പ്രായോഗിക രൂപങ്ങളാണ് പരാജയപ്പെട്ടത്. റഷ്യയിലാണെങ്കിലും മറ്റേ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, ബൾഗേറിയ, അൽബേനിയ മുതലായ രാജ്യങ്ങൾ, റുമാനിയ, കിഴക്കൻ ജർമ്മനിയിലൊക്കെ വലിയ മർദ്ദനോപാധികളായിട്ട് മാറി. അതേ സമയത്ത് തന്നെ ചൈനയിൽ അത് നേരത്തെ നമ്മൾ CPM-നെ പറ്റി പറഞ്ഞിട്ട് വലതിൻ്റെ വലതായിട്ട് മാറി, വലതിൻ്റെ വലതായി. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്തും ഈ മാർക്സിസം ലെനിനിസം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുകയുമില്ല. അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള. പക്ഷേ മാർക്സിസത്തിൻ്റെ ഒരു സാമ്പത്തിക പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും ചരിത്രത്തിൻ്റെ വിശകലന രീതിയുമുണ്ട്. അത് വളരെ കാലിക പ്രാധാന്യമാണ്. മനസ്സിലായില്ലേ? അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. പല കാര്യങ്ങളും നമ്മൾ ഈ മാർക്സിസത്തിൻ്റെ ഒരു വീക്ഷണത്തിൽ കൂടി നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും യഥാർത്ഥ സംഭവം ഇതാണ് എന്ന് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ ഈ ഭരണകൂട രൂപത്തിലേക്ക് വരുമ്പോൾ ഇത് മുതലാളിത്തത്തെക്കാൾ വലിയ മർദ്ദക ഭരണമായിട്ട് മാറും. മുതലാളിത്തത്തിന് അതിൻ്റെ ഇൻഹിയറൻ്റ് ആയിട്ടുള്ള ചില പരീക്ഷണം നടത്തി മാറ്റാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അത് സ്വയം നവീകരിക്കാനുള്ള സംവിധാനമുണ്ട്. മാർക്സ് തന്നെ പറഞ്ഞത് എന്താണ്, ആദ്യം വിപ്ലവം ഉണ്ടാകാൻ പോകുന്നത് ബ്രിട്ടനിലും അമേരിക്കയിലും പോലും വളരെ വികസിതമായ വ്യവസായവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിലായിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരിക്കലും വിപ്ലവം ഉണ്ടായില്ല. വിപ്ലവം ഉണ്ടായില്ല. അതെന്ന് വെച്ചാൽ ഇവർക്ക് അതിൻ്റെ അപകടം മനസ്സിലായി. ഈ തൊഴിലാളി വർഗത്തെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അല്ല, ഒരു പരിധിക്കപ്പുറത്തേക്ക് മർദ്ദിച്ച് അവശരാക്കി കഴിഞ്ഞ് ഇവൻ അടുത്ത സ്റ്റേജിൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അവരെന്ന് വെച്ചാൽ ലേബർ ലൈസൻസ് ഉണ്ടാക്കി, ഫാക്ടറി ആക്ട് പാസ്സാക്കി, 10 മണിക്കൂർ ജോലി പിന്നെ 8 മണിക്കൂറാക്കി, അവർക്ക് മിനിമം വേജ് നടപ്പാക്കി. പിന്നെ ഒരുപാട് നിന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇരിക്കാനായിട്ട് ബെഞ്ചിടണം നിർബന്ധമാക്കി. അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് ഇൻസ്പെക്ടർമാരെ നിയമിച്ചു. അപ്പോൾ തൊഴിലാളിയുടെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടു, ഭേദപ്പെട്ട കൂലി ഇടാൻ തുടങ്ങി. പിന്നെ വിപ്ലവത്തിൻ്റെ ആവശ്യമില്ല. ബ്രിട്ടനിൽ തന്നെ ലേബർ പാർട്ടി ഒരു വലിയ സംഭവമായിട്ട് വന്നു. അമേരിക്കയിലൊക്കെ ഇതുപോലെ ലെജിസ്ലേഷൻസ് ഉണ്ടായി, അത് നടപ്പാക്കി. അതുകൊണ്ട് വിപ്ലവം ഉണ്ടായില്ല. നേരെ മറിച്ച് ഈ കാർഷിക രാജ്യമായ റഷ്യയിലാണ് ആദ്യം വിപ്ലവം ഉണ്ടായത്. അതിൻ്റെ കർഷകർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് വന്നപ്പോൾ ആ വിപ്ലവത്തിൻ്റെ മുമ്പിൽ കയറിയുന്ന ഈ ബോൾഷെവിക്കുകളായിരുന്നുകൊണ്ട് അങ്ങനെ ബോൾഷെവിക് വിപ്ലവം നടന്നു വന്നു. ഞാനിപ്പോൾ ഈ പറഞ്ഞ അവിടെ നേരെ മറിച്ച് ഈ ഫ്രാങ്കോയെ പോലെ ആ ഒരു ഫാസിസ്റ്റ് ലീഡർ ആകുമ്പോഴത്തേക്ക് അയാളുടെ വിപ്ലവം നടന്നേ. കാരണം ജനങ്ങൾ പുറത്തെ കൂട്ടിയതുള്ള അവസ്ഥ. ശരി. പക്ഷേ എങ്കിൽ പോലും ഇത്ര അധികം വെറുക്കപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന എല്ലാ രാജ്യങ്ങളിലും പോയി എക്സെപ്റ്റ് താജിക്കിസ്ഥാൻ. എല്ലായിടത്തും നമ്മൾ ഇവിടുന്ന് ചെല്ലുന്നതാണ് നമ്മൾ ചോദിക്കുമല്ലോ എങ്ങനെയാണ്. ഇവക്കൊക്കെ കേൾക്കുന്നത് അത്രയ്ക്ക് ദേഷ്യമാണ്, ഒരു രക്ഷയില്ലാത്ത ദേഷ്യമാണ്. അപ്പോൾ അത്രയധികം വെറുക്കപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു പ്രത്യയശാസ്ത്രമാണ് നമ്മളിപ്പോഴും കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഇവിടെ അതൊന്നും ഇല്ല, പ്രത്യയശാസ്ത്രമൊന്നും ഇല്ല എന്നുള്ള മറ്റു കാര്യം. എങ്കിൽ പോലും അപ്പോൾ ഈ പറഞ്ഞ പോലെ വീണ്ടും അതെ, ഒരിക്കൽ ജോർജിയയിൽ നിന്നുള്ളൊരു സ്ത്രീയെ ഞാനിങ്ങനെ ഡൽഹി എയർപോർട്ടിൽ വെച്ചു. അത് കൊച്ചിക്കുള്ള വിമാനം. അപ്പോൾ ഇവർ കണ്ട വർത്തമാനമൊക്കെ പറയും. അപ്പോൾ ജോർജിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സഖാവ് സ്റ്റാലിൻ്റെ സ്ഥലമാണല്ലോ. സ്റ്റാലിനെ പറ്റി സ്റ്റാലിൻ ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു, അവർ വലിയ താല്പര്യത്തിൽ.
അപ്പം ഞാൻ ഐ എം എ കമ്മ്യൂണിസ്റ്റ്. ഒരു വളരെ താല്പര്യം. യു എ കമ്മ്യൂണിസ്റ്റ്? ഐ ഹാവ് നോട്ട് സീൻ എ കമ്മ്യൂണിസ്റ്റ് ഫോർ ലാസ്റ്റ് സോ മെനി ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അതിന് അപ്പം അങ്ങനെ വലിയ അത്ഭുതമായിട്ട് തോന്നിയത്. ഞാൻ വേറൊരു സാധനം എഴുതിയത് പണ്ടൊരു വലിയ വിവാദമായത്. അന്ന് എനിക്ക് വധഭീഷണി വന്നു, ഇടയ്ക്കിടയ്ക്ക് വധഭീഷണി വരും CPM-ൻ്റെ. അന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ എൻ്റെ ഗൈഡ് ഉസ്മാൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അത് കക്ഷി എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ നാടിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോഴും കമ്മ്യൂണിസം ആണ് നമ്മളിവിടെ ഈ ഒരു CPM ആണ് ഭരിക്കുന്നത്. അപ്പോൾ പുള്ളി ചോദിച്ചു ശരിക്കും ഇപ്പോഴും ഉണ്ട്? ഞാൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എത്ര ആൾക്കാരുണ്ട് നിങ്ങളുടെ നാട്ടിൽ? ഞാൻ പറഞ്ഞു 3 കോടി ജനങ്ങൾ. ഇപ്പോഴും ലോകത്ത് 3 കോടി മണ്ടന്മാരുണ്ടോ എന്ന് ചോദിച്ചു. അത് ഞാൻ എഴുതിയതിൻ്റെ പേരിൽ അന്ന് ഭയങ്കര വധഭീഷണിയൊക്കെ വന്നു. അങ്ങനെ വധഭീഷണിയൊക്കെ വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷെ എന്താ എനിക്ക് വരുന്നത്, ഞാൻ വണ്ടിയുടെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താ PP ദിവ്യയുടെ ഒക്കെ കാര്യം പറഞ്ഞാൽ പോലും എനിക്ക് വധഭീഷണിയൊക്കെ മെയിലൊക്കെ വരാറുണ്ട്. അപ്പോൾ എന്താ വക്കീലിന് വരാതെ? അത് എന്താണ് ഡിസ്ക്രിമിനേഷൻ ആണ് CPM-നോട്? അല്ല, അതിൽ വേറെ കാര്യമുണ്ട്. അതിൽ പല കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഞാൻ ഈ CPM-കാരോടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രത്യേകിച്ച് വിരോധം വെച്ചിട്ടോ വൈരാഗ്യം വെച്ചിട്ടോ പറഞ്ഞ ആളല്ല എന്ന് അവർക്കും അറിയാം. പിന്നെ ഈ നേതാക്കന്മാരായിട്ടൊക്കെ എനിക്ക് വളരെ നല്ല ബന്ധമുണ്ട്. മറ്റേ മിക്കവാറും എല്ലാ നേതാക്കന്മാരായിട്ടും ഉണ്ട്. ബേബി ആണെങ്കിലും ഐസക് ആണെങ്കിലും സുധാകരനാണെങ്കിലും ഗോവിന്ദ മാഷാണെങ്കിലും അതൊക്കെ എനിക്ക് വലിയ അടുപ്പമുള്ളൂ. മിക്കവാറും എല്ലാവരും അവരെന്നെ ഒരു വിരോധിയായിട്ടോ ശത്രുവായിട്ടോ കണക്കാക്കില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടക്കേടുണ്ടാവും ചിലപ്പോൾ. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. പിന്നെ CPM-ൻ്റെ 99% മെമ്പർമാർക്ക് അനുഭാവികൾക്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ശരിയെന്നുള്ളത് അങ്ങനെയുണ്ടല്ലോ. അവരെല്ലാം മനോരമ, അവര് തൽക്കാലത്തേക്ക് മനോരമ വായിക്കുന്നവരും കാര്യങ്ങൾ അറിയുന്നവരുമാണ്. അല്ല, അതുകൊണ്ടല്ല, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് ഇതുപോലെ പറയാൻ പറ്റുന്നില്ല എന്നാണ് ഒരു പ്രയാസം മാത്രം. അത് വേറൊരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു വക്കീലാണല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു സിനിമയിൽ മോഹൻലാൽ ശങ്കരാടി ഈ BA BL എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിനൊരു വിലയുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഞാൻ അത് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. അതായത് നമ്മളെന്നൊക്കെ പറഞ്ഞ ജഡ്ജിയൊക്കെ കണ്ടാൽ വിറയ്ക്കുന്നവരാണ് നമ്മളൊക്കെ. നമുക്കൊന്നും യാതൊരു തരത്തിലുള്ള എന്താ പറയുക, അവർ അടുത്തോട്ട് പോകാൻ പോലും പേടിയുള്ള ഒരു സാധാരണ ജനതയെപ്പെടുത്തുന്ന ആളാണ് ഞാൻ. പക്ഷേ പലപ്പോഴും ഈ ജഡ്ജിമാരുടെ അഴിമതിയെപ്പറ്റി പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പേരെടുത്ത് പറഞ്ഞു പോലും വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വിമർശിക്കാവോ? അതിനൊക്കെ ഈ BA BL മതിയോ? അതിന് BA BL മാത്രം പോരാ, ധൈര്യം കൂടി വേണം. ആണല്ലേ? അല്ല, അതൊന്നും അതിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ജഡ്ജിമാർ സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ തന്നെയാണ്. പിന്നെ ഇവർ വളരെ സെക്യൂർഡായിട്ടുള്ള ലൈഫാണ് നയിക്കുന്നത്. പിന്നെ നമ്മളൊരാൾ പേരെടുത്ത് പറഞ്ഞു വെച്ചാൽ ശരിക്കും അയാൾ അത്രയും വെറുക്കപ്പെട്ടവനായിരിക്കും. അതുകൊണ്ട് ബാക്കി ആളുകൾക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യും. ശരി. എങ്കിലും പലപ്പോഴും കേൾക്കുമ്പോഴത്തേക്കും വക്കീലിനെ അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇല്ല, അതൊന്നും സംഭവിക്കില്ല. നമ്മുടെ നാട്ടിലെ ജുഡീഷ്യൽ സംവിധാനം നമ്മൾ പറയുന്ന പോലെ മോശമായിട്ടില്ല. അല്ല, തമാശ പറഞ്ഞാൽ ഓവർ ദ ഇയേഴ്സ് എല്ലായിടത്തും ഉണ്ടായിട്ടുള്ള പോലെ ഒരു അപജയം ഇതിനെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് മറ്റ് സംവിധാനങ്ങൾ പോലെ മോശമായിട്ടില്ല. അങ്ങനെ മോശമാവാത്ത 1-2 സാധനങ്ങൾ. ഒന്ന് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അത് വലിയ കുഴപ്പമില്ലാതെ ഇപ്പോഴും പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജുഡീഷ്യറി, പ്രത്യേകിച്ച് സബോർഡിനേറ്റ് ജുഡീഷ്യറി വളരെ കീനാണ്. അതിൽ അഴിമതി വളരെ വളരെ കുറവാണ്. ആ കാര്യത്തിൽ പ്രതീക്ഷ ഉണ്ടോ ഇപ്പോഴും? അത് ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഈ ഹൈക്കോടതി വെച്ച് ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിച്ചു. പക്ഷെ അതനുസരിച്ച് ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അതാണ് ഒരു പരാതി. ജഡ്ജിമാരുടെ എണ്ണം കൂടുമ്പോൾ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണത്തിൽ ഒരു കുറവ് സംഭവിക്കുന്നു. മനസ്സിലായില്ലേ? ക്വാളിറ്റി വൈസ് മോശമായി. അതിൻ്റെ ഒരു കാരണം വക്കീലന്മാരുടെ ക്വാളിറ്റി മോശം. വക്കീലന്മാരെന്നുള്ള ജഡ്ജിമാരുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് സിസ്റ്റത്തിൻ്റെ ഒരു തകരാറ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ അപജയം പല മേഖലകളിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, ഈ ജുഡീഷ്യറിയിലൊക്കെ ഉണ്ട്. എങ്കിലും എന്താണ് ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ആരാണ് തുടർ ഭരണത്തിൽ വരാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 60% ആൾക്കാർ സർക്കാരിനെതിരാണ്. ഭയങ്കരമായ ആൻറ്റി ഇൻകംബൻസി. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ 3ാം പിണറായി സർക്കാരിനുണ്ടാകുള്ള അപകടകരമായ ഒരു സാധ്യത നമ്മൾ തുറച്ചു നോക്കും, സാഹിത്യ ഭാഷയിൽ. അതിൻ്റെ കാരണം UDFൻ്റെ ഒരു ദൗർബല്യം. UDF ദുർബലമാണ്, കോൺഗ്രസ് ദുർബലമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാണി സാറ് പോയതിൻ്റെ ഒരു വലിയ ശൂന്യതയുണ്ട്. മധ്യ തിരുവിതാംകൂർ ക്രിസ്ത്യൻ ബെൽറ്റ് എന്ന് പറയാം. ആ ഭാഗത്ത് UDF വളരെ ദുർബലമായി. അതിൻ്റെ
ഒരു കാരണം ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി UDF നിന്ന് ഡിസ്റ്റൻസ് ചെയ്തു. എന്ന് വെച്ചാൽ അവർ LDF ചേർന്നു BJP ചേർന്നു അല്ല അർത്ഥം. അവർക്ക് UDF പഴയ താല്പര്യം നഷ്ടം. അതില്ലെങ്കിൽ പിന്നെ അത് നായർ കമ്മ്യൂണിറ്റി പണ്ടേ ഏലിയനേറ്റ് ചെയ്തു ഇല്ലേ? മിക്കവാറും എല്ലാ നായന്മാരും പൊട്ടൻഷ്യലി BJPക്കാരായി ആയി. അതുപോലെ മറ്റ് ഹിന്ദു പിന്നോക്ക സമുദായങ്ങൾ, ഇഴവരാണ് ഏറ്റവും അവസാനം വരെ അതിന് മാറിയത്. ഇപ്പോൾ അവരും അതിലെ ഈ ക്രീമി ലെയറിൽപ്പെട്ട ഇഴവരുണ്ട്, ജീവിക്കാൻ മാർഗമുള്ള ആളുകൾ. അവർ പണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തത്, അവരും ഇപ്പോൾ BJPക്കായി. ധീവര സമുദായം, വിശ്വകർമ്മ സമുദായം, അവരൊക്കെ ഈവൻ പുലയ സമുദായത്തിൽ പോലും BJP ഓടാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം BJP ജയിക്കുന്നുള്ളതല്ല. ഇതുകൊണ്ട് BJPക്ക് ജയിക്കാൻ പറ്റില്ല. BJPക്ക് ജയിക്കാനോ ഭരണം പിടിക്കാനോ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള ഗുണഭോക്താവ് എന്ന് പറയുന്നത് LDF. പിന്നെ LDFൻ്റെ ഈ പ്രചരണ സംവിധാനം ഫലപ്രദമാണ്. കുറച്ചും കൂടി വിശ്വാസ്യതയുള്ള സ്ഥാനാർത്ഥികളെ അവർക്ക് ഇറക്കാൻ പറ്റും വെൻ കമ്പയർഡ് ടു കോൺഗ്രസ്. പിന്നെ പണമുണ്ട്, ന്യായീകരണ തൊഴിലാളികൾ സംഘമുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്. അങ്ങനെ ഏത് നിലക്ക് നോക്കിയാലും അവർ പിക്ചറിൽ, നമ്മൾ കേന്ദ്രത്തിൽ BJPയെ പറ്റി പറഞ്ഞ പോലെ പിക്ചറിൽ ഇവർ വളരെ എഫക്റ്റീവാണ്. പിന്നെ പാർലമെന്റ് പോലെ അല്ലല്ലോ, ചെറിയ ചെറിയ മണ്ഡലങ്ങളാണ്. അസംബ്ലിക്ക് കുറച്ചുകൂടി ചെറിയ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. അപ്പോൾ അതനുസരിച്ച് അവരുടെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. പിന്നെ ഈ സാമുദായിക ധ്രുവീകരണത്തിൻ്റെ ശരിക്കുള്ള ബെനിഫിഷ്യറീസ് ഇവരായിരിക്കും, LDF ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ വീണ പൈസ വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നത് മറ്റേതെങ്കിലും പാർട്ടിയിലായിരുന്നു ഇപ്പോൾ കേരളം കത്തിയാണ്. അല്ല, അതെല്ലാം ന്യായീകരിച്ചങ്ങ് പോകാം. ഈ അടുത്ത ഒരു നേതാവായിട്ട് വരുന്ന മരുമകൻ, വക്കീലിന്റെ പക്ഷേ മരുമകൻ തന്നെ ആയിരിക്കുമോ? മരുമകനായിരിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഈ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതിന് ശേഷം മരുമകന്റെ നക്ഷത്രം കുറച്ചും ഭംഗി. അങ്ങനെയാണെങ്കിൽ മരുമകൻ ഇത്തവണ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നില്ല. അത് വന്നില്ല. ദാറ്റ് ഈസ് ആൻ ഓബിയസ് സൈൻ. തന്നെ ഇദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നൊക്കെ പോയി പാർട്ടിയിൽ നിന്ന് ഒരു ഇത്തിരി പിന്നീട് നിന്നാൽ മരുമകനെ ചവിട്ടി താഴ്ത്തും. അത് പറയാൻ പറ്റില്ല. അതിപ്പോൾ ഏത് പാർട്ടിയിലും സംഭവിക്കാവുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഒരു പ്രഡിക്ഷൻ തരാൻ പറ്റില്ല. പക്ഷെ മരുമകൻ മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യത വല്ലാതെ മങ്ങി. ബിക്കോസ് ഓഫ് ഈ പാർട്ടി കോൺഗ്രസ് വന്നപ്പോൾ പുള്ളിയുടെ പിടിവിട്ടു. ഒന്നാമത് ബേബി സെക്രട്ടറി ആയത് തന്നെ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമല്ല. ബേബിയെ പുള്ളിക്ക് ചതുർത്ഥിയാണ്. അത് കൂടാതെ മരുമകനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാനും പറ്റിയില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ വരാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിമില്ല. മുഖ്യമന്ത്രി ആവണമെങ്കിൽ പാർട്ടി ഹൈറാർക്കിയിൽ അവരുടെ സ്ഥാനം വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് ഗൗരിയമ്മ മുഖ്യമന്ത്രി ആയത് എന്ന് ചോദിച്ചാൽ, ഗൗരിയമ്മ പാർട്ടി ഹൈറാർക്കി സ്റ്റേറ്റ് കമ്മിറ്റി വരെ പോയിട്ടു, നായനാർ കേന്ദ്ര കമ്മിറ്റി. അപ്പോൾ പുള്ളിക്ക് എന്തുകൊണ്ടാണ് TV തോമസ് വരാൻ? TV തോമസ് ആലപ്പുഴക്കപ്പുറത്തേക്ക് പുള്ളി താല്പര്യപ്പെട്ടില്ല. നമ്പൂരിപ്പാട് കേന്ദ്ര കമ്മിറ്റി ആക്കുമല്ലോ. അപ്പോൾ ഈ ഒരു സംഗതിയുണ്ട്, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ കഴിഞ്ഞാൽ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗം ഉണ്ടെങ്കിൽ അയക്കായിരിക്കും സാധ്യത. ഇപ്പോൾ എന്തുകൊണ്ടാണ് കേളു മന്ത്രിയായത്? പട്ടിക സമുദായത്തിൽ നിന്നുള്ളതിലേക്ക് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ട് കേളു മാത്രമുണ്ട്. കേളു മന്ത്രി. ഇപ്പോഴത്തെ പുതിയ തലമുറ നേതാക്കളെ പറ്റി എന്താണ്, എന്തെങ്കിലും ഒരു സാധ്യതകളുള്ളവരുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? വലിയ ഒരു 10-40 വയസ്സ് താഴെയുള്ള പലരും ഉണ്ടല്ലോ. ഇപ്പോഴത്തെ മേഖല ശരിക്കും ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ലീഡർ ഞാൻ കാണുന്നത് ഷാഫി പറമ്പിൽ. ശരിക്കും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലീഡർ. അതല്ല, രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വിദ്യകളും സ്വായത്തമാക്കിയാണ്. ഉമ്മൻചാണ്ടിയുടെ ശരിക്കുള്ള ശിഷ്യൻ, ഗുളികച്ചപ്പേൻ്റെ ശിഷ്യൻ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിയെക്കാളും വേറൊരു തരത്തിൽ. ഉമ്മൻചാണ്ടി ഈ പുതുപ്പള്ളിക്ക് അല്ലെങ്കിൽ കോട്ടയം രാഷ്ട്രീയമായിരുന്നു. നമ്മൾ TV തോമസിൻ്റെ ആലപ്പുഴ രാഷ്ട്രീയം എന്ന് പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി കോട്ടയം, കൂടിയ തിരുവനന്തപുരം, അതിനപ്പുറത്തേക്ക് ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് പുള്ളി പോയില്ല. നമ്മൾ ഷാഫി അങ്ങനെയല്ല, വളരെ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ലീഡറാണ്. നമ്മളെ കൂടി പറഞ്ഞ് അവനെ മോശമാക്കണം എന്നാലേ എനിക്ക് പക്ഷേ തോന്നല്ല, നമ്മളൊക്കെ എത്ര പറഞ്ഞാലും. ഷാഫി പറമ്പിൽ ശരിക്കും പ്രോമിസിംഗ് ആണ്. ഒരു പക്ഷേ സതീശന് ശേഷം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കണ്ട ഏറ്റവും നല്ല ഒരു പ്രോമിസിങ് യങ് മാൻ എന്ന് പറയുന്നത് പുള്ളിയാണ്. സതീശൻ്റെ ഇതുപോലെ തുടക്കത്തിൽ തന്നെ വളരെ കീനായിരുന്നു. പക്ഷേ സതീശനേക്കാളും ചെറുപ്പത്തിൽ ഇയാൾ ഈ സ്ഥാനത്ത് വന്നു. അത് പ്രധാനമാണ്. CPM കൊള്ളാവുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവർ എത്ര പേര് കയറി വരുന്ന പറയുമ്പോൾ കുതികാലി വെട്ട് ഭയങ്കരമല്ലേ. ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ട് നമ്മളൊക്കെ എല്ലാവരും സ്നേഹിക്കുക ആരാധിക്കുകയും ചെയ്ത ആൾ സുരേഷ് കുറുപ്പാണ് ഇല്ലേ. കുറുപ്പിൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടില്ല. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും പ്രഡിക്ഷൻ യാതൊരു സാധ്യത തീരെ പ്രതീക്ഷിക്കാത്ത ആംഗിളിൽ നിന്നായിരിക്കും
ആളുകൾ കയറി വരും. അതുപോലെ തന്നെ ആയിരിക്കും വെട്ടിപ്പോകും. ശരിയാണ്. അപ്പം ഇനി ഏതായാലും ബൈജു നായർ ജയശങ്കർ നായരെ കണ്ട ഈ ഒരു അവസരത്തിൽ പ്രധാനമായിട്ടും ചോദിക്കേണ്ട നമ്മുടെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ നായന്മാരുടെ ഭാവി. നായന്മാരുടെ ഭാവിയെ കുറിച്ച് ഒരു പേടിയും വേണ്ട. നായന്മാർ മന്നത്ത് പത്മനാഭ സാറ് പറഞ്ഞു വിട്ട് നമ്മൾ എവിടെ പോയാലും ജയിച്ചു. പഴയ പടനായന്മാരാണല്ലോ അല്ലേ? അതുകൊണ്ടല്ല നായർ കമ്മ്യൂണിറ്റിക്ക് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇത് പൊളിറ്റിക്കലായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. പൂർണ്ണമായിട്ടും BJP അല്ല, പൂർണ്ണമായിട്ടും CPM അല്ല, പൂർണ്ണമായിട്ടും കോൺഗ്രസും അല്ല. വോട്ട് മാറ്റി ചെയ്യും. മനസ്സിലായി? അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. സമദൂരമാണ്. അങ്ങനെയാണ്. ഇഴവരെ ജനിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടാണ്, ക്രിസ്ത്യാനികൾ ജനിക്കുന്നത് കോൺഗ്രസ്സുകാരായിട്ടാണ്. നായന്മാരങ്ങനെയല്ല, വോട്ട് മാറ്റി ചെയ്യും. വോട്ടിന്റെ ബലം അറിയാം. അതുകൊണ്ട് വോട്ടിന്റെ മാത്രമല്ല, നായർ കമ്മ്യൂണിറ്റിയുടെ ഭാവിയെ കുറിച്ച് ഒന്നും പേടിക്കാൻ. വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും സാംസ്കാരികമായിട്ടാണെങ്കിലും സാമൂഹ്യമായിട്ടാണെങ്കിൽ രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഏത് നിലയിലും. ഇനിയിപ്പോൾ ഇവിടെ തൊഴിലവസരങ്ങളില്ല. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നായരായിട്ട് ഒരു കാര്യമില്ല, പഠിച്ചാലും ജോലി കിട്ടില്ല. അതൊക്കെ ഒരു അബദ്ധമാണ്. ഇവിടെ ജോലി കിട്ടില്ലെങ്കിൽ നമ്മുടെ പിള്ളേർ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും അല്ലെങ്കിൽ ഹാർവാർഡിൽ പോകും. യൂട്യൂബിൽ ഏതെങ്കിലും ജീവിക്കും. പിന്നെ ഒരു പേടിയും ഒരു ആശങ്കയ്ക്കും വയ്യ. സത്യത്തിൽ നായന്മാരെ കുറിച്ച് മാത്രമാണ് ഇവിടെ യാതൊരു ആശങ്കയ്ക്കും ആശങ്കപ്പെടുന്നേയില്ല. പേടേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മളൊരു എന്താ പറയുക, ഈ കാര്യത്തിൽ ഞാൻ വളരെ ഇതായിട്ടുള്ള വളരെ ശുഭാപ്തി വിശ്വാസക്കാരൻ. എങ്കിൽ പോലും ഒരു ഇന്റർവ്യൂ പറയുന്ന കേട്ടോ, എന്നെ അടുപ്പിക്കാത്ത 3 പേരുണ്ട്. ഒന്ന് മനോരമ, ഒന്ന് CPM, മറ്റൊന്ന് NSS. ശരി. അപ്പൊ ഈ നേതൃത്വം, NSSന്റെ നേതൃത്വം കുറച്ചുകൂടി ഒന്ന് എന്താ ചടുലമാകേണ്ടതല്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? അതൊക്കെ നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇത്രയും ഈ ഇനേർഷ്യ ബാധിച്ച ഒരു നേതൃത്വം ഉണ്ടായിട്ട് പോലും നായന്മാരെ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് അതിലെ അത്ഭുതം. മനസ്സിലായി? അതുകൊണ്ട് ഏത് അവസ്ഥയിലും നേതൃത്വം എത്ര നിർജീവമായിട്ടും, നിർജീവം മാത്രമല്ല അത് വളരെ ചവിട്ടി താഴ്ത്തുന്ന, ഒരു പൊങ്ങി വരുന്ന നായരണെങ്കിൽ അവൻ്റെ തല ചവിട്ടി താഴ്ത്തുന്ന നേതൃത്വം ഉണ്ടായിട്ട് പോലും സമുദായം ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് അതിലെ. ശരിയാണ്. അപ്പൊ എങ്ങനെ പിടിച്ചിട്ടാലും നമ്മൾ രക്ഷപ്പെടും. എങ്ങനെ പിടിച്ചിട്ടാലും രക്ഷപ്പെടും. അപ്പൊ ആ ആശങ്കയെ കുറിച്ച് അതിനെക്കുറിച്ച് മാത്രം ഒരു പേടിയും. താങ്ക് യു. അപ്പോൾ എന്തായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ആളായിരുന്നു നമ്മുടെ ഈ ഒരു സംസാരത്തിൽ കൊണ്ടുവരണം എന്ന് ഏറ്റവും ആഗ്രഹിച്ച ആളാണ്. അപ്പോൾ ഇനി കുടുംബം കൂടി ചോദിക്കട്ടെ. വൈഫ് 51 വയസ്സിലാണ് കല്യാണം കഴിച്ചല്ലേ? അതെ. രാവിലെ തൊട്ട് പത്രമൊക്കെ വായിച്ചിരുന്നത് മറന്നു പോയതാണോ? അല്ല, ആളുകളിങ്ങനെ ഓർമ്മിപ്പിച്ചോണ്ടേ ഇരിക്കുന്നു. എന്താ കല്യാണം കഴിക്കാത്ത അതായിരുന്നു ഏറ്റവും വലിയ സ്വല്ല. വീട്ടുകാരും അങ്ങനെ ആയിരിക്കുമല്ലോ. വീട്ടുകാരെക്കാളും നാട്ടുകാർ, അയൽവാസികൾ, നമ്മുടെ ഗുണകാംക്ഷികൾ, മനുഷ്യ എങ്ങനെയെങ്കിലും നന്നാക്കണം എന്ന് നിർബന്ധമുള്ള ഒരുപാട് പേര് നമ്മുടെ അവരുടെ ശല്യം. ഞാൻ ഈ MA പാസ്സാവണ കാലത്ത് ആൾക്കാർ ഇനി എന്താ ചെയ്യണമെന്ന് ചോദിച്ച് അവസാനം നിവൃത്തിയിലാണ്ട് ഞാൻ LLB ചേർന്നാണ് ഈ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? എന്ന് പറഞ്ഞ പോലെ നിരന്തര ശല്യം വരും. അതുകൊണ്ടും അല്ല കല്യാണം കഴിച്ചിട്ടുണ്ട്. അവസാനം എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിച്ചു. എന്നിട്ട് അങ്ങനെ കല്യാണം കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കല്യാണം കഴിച്ചിട്ട് ഒരു വ്യത്യാസമില്ല. ചില ആൾക്കാർ ഞാൻ കല്യാണം കഴിച്ചാൽ നന്നാവുന്നത് ഇനിയെങ്കിലും ഈ മാർസിസ്റ്റുകാരെ ചീത്ത പറയുന്നത് കുറയ്ക്കും, അല്ലെങ്കിൽ സുകുമാരൻ നായരെ ചീത്ത വിളിക്കുന്നത് കുറയ്ക്കും. അതൊന്നും അല്ലായിരുന്നു അടിസ്ഥാനം. ഒരു കാര്യമില്ല, ഒരു മാറ്റമില്ല. ഭാര്യ ഡോക്ടറാണ്. അല്ലേ? ശരി. പ്രോഗ്രാമൊക്കെ കാണുന്ന ആളാണോ? രാഷ്ട്രീയ നിരീക്ഷണമുള്ള ആളാണോ? രാഷ്ട്രീയ വിശ്വാസമുള്ള ആളാണ്. കുഴപ്പമില്ല. ചർച്ച ചെയ്യാറുണ്ട് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ? അങ്ങനെ അധികം ചർച്ച ചെയ്യാറില്ല. കാരണം ചർച്ച ചെയ്താൽ അതിൻ്റെ ആരോഗ്യപരമായ ഒരു റിസൾട്ട് ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നുള്ളതുകൊണ്ട് ശക്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉള്ള ആളാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം നന്നായി. അപ്പം നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു ഭാര്യയാണ് വാഹനം ഓടിക്കുന്നത്, കാരണം സ്വന്തമായിട്ട് ഓടിക്കുന്നില്ല. അപ്പം ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വാഹന സംരക്ഷണത്തിനുള്ളൊരു ചെറിയ കിറ്റ് തരും. അത് വക്കീലിന് എന്നിട്ട് കാര്യമില്ല, ഭാര്യയ്ക്ക് കൊടുത്താൽ മതി. എന്തായാലും ഇക്കോസ്പോർട്ടാണ് ഓടിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി വണ്ടി മാറ്റാനുള്ള വണ്ടി മാറ്റി അത് പറഞ്ഞതിന് ശേഷം വണ്ടി മാറ്റി. വണ്ടി മാറ്റി അതിന് കുറച്ച് സമയം എടുക്കും. അതിൻ്റെ അതെ, ഹോണ്ട അമേസ് എടുത്തു. ശരി. ഓട്ടോമാറ്റിക് മറ്റേ 1 ലക്ഷം കിലോമീറ്റർ ആയി, പിന്നെ മാറ്റുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ ഹോണ്ട അമേസ് പുതിയ ഓട്ടോമാറ്റിക്. അപ്പോൾ എന്തായാലും ഭാര്യയ്ക്ക് വണ്ടിയെ പറ്റി അറിയാൻ തോന്നുന്നു. എൻ്റെ പ്രോഗ്രാം കാണുന്ന ആളായിരിക്കും. ചോദിച്ചു നോക്കണേ കേട്ടോ. ആരാ ഉപദേശിക്കുന്ന വണ്ടി വാങ്ങിക്കാനൊക്കെ, ഏത് വണ്ടിയാണെന്നൊക്കെ? എങ്ങനെ അതിങ്ങനെ പല ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളോട് ചോദിച്ചിട്ടാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചില്ല. അപ്പൊ എന്തായാലും ഫോർഡ് പ്രവർത്തനമല്ല, ഇവിടെ ബിസിനസ് നിർത്തിയോണ്ടാണ് നമ്മൾ മാറ്റി. അല്ലെങ്കിൽ ഫോർഡ് തന്നെ വേറെ ഏതെങ്കിലും വേർഷൻ മേടിക്കുക. അപ്പോൾ എന്തായാലും അത് നന്നായിട്ട് കഴുകി സൂക്ഷിക്കാനുള്ള എന്നിട്ട് സാധനങ്ങളോട് തന്ന് അവസാനിപ്പിക്കാം. ഓക്കെ. അപ്പോൾ റോഷോ എന്ന് പറഞ്ഞ കൊച്ചിയിലെ പ്രമുഖ ഡീറ്റെയിലിംഗ് സെൻറ്റർ നൽകുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ഭാര്യയ്ക്ക് കൊടുത്താൽ മതി. വീണ്ടും ഞാൻ ഓർമ്മിക്കുകയാണ്, ഇത് നമ്മുടെ മുഖ്യ സ്പോൺസറായ
വീഗാലാൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ചെറിയൊരു ഗിഫ്റ്റ് കൂടിയുണ്ട്. ഇത് വക്കീലിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നാട് നന്നാകുമെന്ന് അറിഞ്ഞുകൂടാ, എങ്കിൽ പോലും വിമർശനങ്ങളൊക്കെ തുടരുക. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കാത് കൂർപ്പിച്ച് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. വണ്ടി ഓടിച്ചുകൂടെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.